ഈ കുടുംബത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ നോക്കുകയാണ്. പലതരം വ്യവസ്ഥകൾ ഇവിടെയുണ്ട്. ഭരണകൂടമുണ്ട്, അധികാരത്തിൻ്റെതായ പല തലങ്ങൾ അവിടെയുണ്ട്. അതുപോലെ ശക്തമാണ് മതവും. കുടുംബം ഇവരുടെ കയ്യിൽ കളിപ്പാട്ടമാകുന്നുണ്ടോ മൈത്രേയൻ? മതത്തെ എന്തോ സവിശേഷമായ മറ്റൊന്നായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത്. രാജഭരണം ഉറപ്പാക്കുക, നമ്മുടെ ആന്തരികമായ അടിമയാക്കി മാറ്റുന്നതിന് നിയന്ത്രിക്കാനുണ്ടായിട്ടുള്ളതാണ് മതങ്ങളല്ല, വിശ്വാസങ്ങളല്ല. വിശ്വാസങ്ങൾ മനുഷ്യർക്ക് ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തിടത്തോളം കാലം ധാരാളം വിശ്വാസങ്ങളുണ്ടാകും. അറിവില്ലായ്മ ഉള്ളിടത്തെല്ലാം വിശ്വസിക്കേണ്ടി വരും. എന്ത് കാര്യത്തിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടായോ അത്രത്തോളം വിശ്വാസങ്ങൾ ആവശ്യമായിട്ട് വരും. അതല്ല മതം എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ആന്തരികമായി എന്ന് പറഞ്ഞാൽ തട്ടുതട്ടായ സമൂഹങ്ങളാണ് ലോകത്ത് രൂപപ്പെട്ടത്. ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയപ്പോൾ കുട്ടിക്കാലത്തെ പരിശീലിപ്പിച്ചാൽ എങ്ങനെയാണ് ആനക്കുട്ടികളെ നമ്മൾ ഇന്ന് പരിശീലിപ്പിച്ച് മെരുക്കുന്ന പോലെ അല്ലെങ്കിൽ കുതിര മെരുക്കുന്ന പോലെ മനുഷ്യ കുഞ്ഞുങ്ങളെ മെരുക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളാണ് മതം. അത് തിരിച്ചറിയാതെ നാരായണ ഗുരുവൊക്കെ ഈ മതത്തിനകത്തൊരു നല്ല മൂല്യം ഇരിപ്പുണ്ട്, സ്നേഹിക്കാനാണെന്ന്. തെറ്റാ, അങ്ങനല്ല. മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ച് അടിമകളായി ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി അതിൻ്റെ പ്രതിനിധിയായ രാജാവിനെ കീഴടങ്ങി വണങ്ങാൻ പഠിപ്പിക്കുന്ന, നമസ്കരിക്കാനും നിസ്കരിക്കാനും പരിശീലിപ്പിക്കുന്ന, കുട്ടിക്കാലത്ത് ആരംഭിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു സംഘാതമാണ് മതങ്ങൾ. ഇതുകൊണ്ടാണ് ഒരു രാജാവ് പുതിയൊരു മതം കൊള്ളാവുന്നതാണെന്ന് കാണുമ്പോൾ അവരതെടുക്കും. അതെടുത്തു കഴിഞ്ഞാൽ എൻ ബ്ലോക്ക് ജനത അതിനകത്തേക്ക് പോകും. ഇങ്ങനെ പോകുന്നിടത്തു നിന്നും മാറി ഇന്ന് നമ്മൾ വ്യക്തിഗതമായി പൗരബോധമുള്ള മനുഷ്യരായി മാറുമ്പോൾ ഈ ആന്തരികമായ സംഘർഷം എന്താണ്? ഈ പഴയ മതത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എന്താ? ഹെയറാർക്കിക്കലാണ്. തട്ടുതട്ടായ ശ്രേണീബദ്ധമായ ഏണിപ്പടി പോലുള്ള സമൂഹത്തിൻ്റെ മൂല്യത്തിനെയാണ് നമ്മൾ ഈ മതം എന്ന് പറയുന്നത്. അതിനെയാണ് സനാതന മൂല്യം എന്ന് പറഞ്ഞ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല. രണ്ട് വ്യക്തികളും കൂട്ടായ്മകൾ ഇത് ഇങ്ങനെ മാറി പൗരബോധമുള്ള മനുഷ്യരായി മാറുക എന്ന് പറയുന്ന സമയത്ത് മൂല്യം സമാന്തരമാണ്, പരസ്പരമാണ്. ബഹുമാനം മേളോട്ടും താഴോട്ട് പുച്ഛവുമാണ് പഴയ മൂല്യം. നമ്മൾ പറയുന്നതല്ല, പരസ്പരം ബഹുമാനിക്കണമെന്നതാണ്. ഈ പരസ്പരം എന്ന് പറയുന്നതും സമത്വം എന്ന് പറയുന്ന മൂല്യത്തിൽ അധിഷ്ഠിതമായ പുത്തൻ മൂല്യത്തിനെ എടുത്തുകൊണ്ടുള്ള കുടുംബമാണ് വേണ്ടത്. അതുകൊണ്ട് ഈ മതം ആരെയെങ്കിലും എവിടുന്നെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോയി ഇരിക്കുന്ന അവരെന്തോ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല. മതം തലപോയ ശരീരമാണ്. തല രാജാവായിരുന്നു, അത് രാജാവിനെ നമ്മൾ മാറ്റി. പക്ഷെ ഈ ശരീരം ഇവിടെ നിൽക്കുകയാണ്. കാശ് മുഴുവൻ ഇപ്പോൾ ഈ ആൾക്കാരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവർ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാശ് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന കാണിക്ക കൊണ്ട് മാത്രം നിൽക്കുന്ന മതം മാത്രമേ ഉള്ളൂ. എന്നാണോ സോഷ്യൽ സെക്യൂരിറ്റി വരുന്നത് അന്ന് ഈ എല്ലാ പള്ളി അമ്പലവും പൂട്ടും. അത്രയേ ഉള്ളൂ.